നമ്മൾ വീഡിയോയുടെ സൈസ് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോവുക, വീഡിയോ സൈസ് കൺവേർട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ വരും vid.io എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓപ്പൺ ചെയ്യുക. ഓപ്പണായി വന്നിട്ടുണ്ട്. കംപ്രസ് ചെയ്യേണ്ട വീഡിയോ അതിലേക്ക് വരും. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുക. ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അപ്ലോഡ് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക. ഏതാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. തൽക്കാലം ഒരു സാമ്പിൾ വീഡിയോ എടുക്കുക. ഒരു സാമ്പിൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ആ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ആകുകയാണ്. അതേ സൈസിൽ തന്നെ ഫയൽ ഒന്നും മിസ്സായി പോകാതെ, അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ ആ സംഭവം കൺവേർട്ടായിട്ട് വരും. ആ ഒരു വീഡിയോ ഈ ഒരു ഘട്ടത്തിൽ മാത്രം അല്പം സമയമെടുക്കും. ഫയലിൻ്റെ സൈസ് അനുസരിച്ച് ഒരു 400-500 MB ഒക്കെ ഉള്ള ഫയലാണെങ്കിൽ 10 മിനിറ്റൊക്കെ ടൈം എടുക്കും. ആ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് കംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചെറിയൊരു സമയം എടുക്കുള്ളൂ. 400-500 MB ഉണ്ടെങ്കിലോ മാക്സിമം ഒരു അര മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, സംഭവം കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പം ഡൗൺലോഡ് ഫയൽ ഓക്കെ, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടും ആദ്യമുള്ളതും കൺവേർട്ട് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം. വീഡിയോസിലുണ്ട്. ഓക്കെ, 23 സെക്കൻഡുള്ള ആ 2 വീഡിയോ ആണ്. ഇതാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈസ് 6.6 MB ആണ്. കൺവേർട്ട് ചെയ്യും മുന്നേ ഉള്ളതിൻ്റെ സൈസ് നോക്കാം. അത് 38.2 MB ഉണ്ട്. ഓക്കെ, അപ്പം വ്യത്യാസം മനസ്സിലായല്ലോ. രണ്ടും തമ്മിൽ ഈ വീഡിയോ ക്വാളിറ്റിയിൽ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. ചെറിയ സൈസിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.